പൂരക്കാലം വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പൂരമുണ്ട്, അതിൻ്റെ കൂടെ ഒരു പൂരക്കാലം കൂടിയാണ് ഏപ്രിൽ 19 അപ്പോൾ തിരുവമ്പാടിയുമായിട്ടുള്ള സുനിലേട്ടൻ്റെ ഒരു ബന്ധം നമുക്ക് എല്ലാ പൂരക്കാലത്തും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികളും? ഞാൻ ഒരു പ്രത്യേക ദേശക്കാരനായിട്ട് നിൽക്കുന്ന ആളല്ല. എല്ലാ ദേശക്കാരിലും ജനപ്രതിയാണ് ഇവിടെ MLA ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. പിന്നെ ഇലക്ഷൻ കാലത്ത് മാത്രം പൂരം കാണാൻ പറ്റുന്ന പരിപാടിയല്ല, നമ്മളെല്ലാ കാലത്തും പൂരം കാണാൻ പറ്റുന്നതാണ്. ഞാൻ 1982 SSLC പഠിക്കുന്ന സമയം മുതൽ ഇന്ന് വരെ ഒരു പൂരം മുടക്കിയിട്ടില്ല, എല്ലാ പൂരത്തിനും വരാറുണ്ട്. അതിനിടയിൽ ഇവിടെ MLA ആയപ്പോൾ ചെറുപ്പം MLA ആയിരിക്കുന്ന സമയത്ത് മുതൽ പിന്നെ MLA എന്ന നിലയിൽ എല്ലാ പൂരത്തിനും വരും. ഇവിടെ MLA ആയപ്പോൾ മന്ത്രി എന്ന നിലയിലും പിന്നെ പൂര കമ്മിറ്റിയായിട്ടും പിന്നെ സെൻട്രൽ പൂര കമ്മിറ്റിയായിട്ടും ആറാട്ടുപുഴ പൂര കമ്മിറ്റി, ഇവിടുത്തെ പൂര കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം. എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരത്തിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരം എന്നുള്ള പ്രത്യേകത ഇന്നിപ്പോൾ ഇവിടെ വന്ന ഒരു ഇലക്ഷൻ പ്രചരണമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. ഞാനിവിടെ എല്ലാ വോട്ടിനും വരാറുണ്ട്, മിക്കവാറും എല്ലാ വോട്ടിനും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ വരും. ഇല്ലാത്തപ്പോൾ ഇല്ല, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇവരെന്നെ അറിയിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞാൽ ഞാനിവിടെ വരും, ഇവിടെ ഉപയോഗിക്കും. അത് ഇവിടുത്തെ ദേശക്കാരുടെ കൂട്ടത്തിൽ അതിപ്പോൾ ഇവിടെ മാത്രമല്ല പാറമ്പാവിൻ്റെ പരിപാടിക്ക് പോകും, അതുപോലെ വടക്കുന്നാഥൻ്റെ ഊട്ടിനെങ്കിൽ അവിടെ പോകാറുണ്ട്, തിരുനാളുകളുടെ ഉടനിൽ അവിടെ ഉത്സവം നമ്മൾ പോകാറുണ്ട്. ഇലക്ഷൻ കാലത്ത് മാത്രമുള്ള ഒരു ശീലമല്ല അത്. എല്ലാവരെയും അത് പിന്നെ ഇലക്ഷൻ കാലമാകുമ്പോൾ നമുക്ക് എല്ലാവരും കാണുകയും ചെയ്യല്ലോ. നമ്മുടെ ആളുകൾ നമുക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവരെ കണ്ട് പറയുകയും ചെയ്യും, അവർ മത്സരിക്കുന്ന കാര്യം അവർക്ക് അറിയുകയും ചെയ്യണം. പിന്നെ പോസ്റ്റും ബോർഡൊക്കെയുള്ള കാരണം പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ മത്സരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു അവിടെ. പിന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ വെച്ച് നമ്മുടെ ആൾക്കാരെ ഒരുപാട് ആൾക്കാർ എല്ലാവരും വോട്ട് ചെയ്യും. പായസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പായസം ഞാൻ അധികം കുടിക്കാറില്ല, എന്നാലും ഇവർ നിർബന്ധിക്കുമ്പോൾ കുറച്ച് കുടിക്കുന്നു മാത്രം. വേറെ കുഴപ്പമില്ല, ഇവിടെ നല്ല ഓലനായിരുന്നു, ബെസ്റ്റ് ഓലനായിരുന്നൊക്കെ. എല്ലാ സമയത്തും ഒരു വെജിറ്റേറിയൻ സിമ്പിൾ ഫുഡാണെങ്കിൽ വളരെ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അത് കാരണം ഭയങ്കര ടേസ്റ്റാണ്, അത് വിടാറില്ല. ചൂടുകാലത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? ചൂടുകാലത്ത് പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളത്, വണ്ടിയിൽ വെള്ളം വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ പിന്നെ ജ്യൂസ്, അതുപോലെ സ്ക്വാഷ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ ഭക്ഷണം പരമാവധി വെജിറ്റേറിയൻ കഴിക്കുക എന്നുള്ളതാണ്, അധികം ഭക്ഷണം കഴിക്കാറില്ല. അതൊക്കെ ചൂടുകാലം പിന്നെ തെരഞ്ഞെടുപ്പ് കാലം പ്രത്യേകിച്ച് കുറേ നിഷ്ഠകളുണ്ടാവും, ആ നിഷ്ഠ അനുസരിച്ച് തന്നെ പോകാൻ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും.